ശ്രീ ജെഫ്രി തങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താൻ കേരളത്തിൽ കഴിയുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. തിരുനാവായയിലെ ഹൈന്ദവ മുന്നേറ്റം കാണാത്ത പ്രീണന കോമാളികൾ സമസ്തയുടെയും ജമാഅത്തിൻ്റെയും തിണ്ണനിറങ്ങുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പിന്നാലെ വരാം. ചരിത്രവും പുരാണവും ഇഴചേർന്ന് നിൽക്കുന്ന മണ്ണാണ് തിരുനാവായ. കേരളം കണ്ട ഏറ്റവും വലിയ പുരുഷാരത്തിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം കണ്ട് സ്തബ്ധരായിപ്പോയി മലയാള മണ്ണ്. മന്ത്രയുടെ മഹാമാഘ മഹോത്സവത്തിൻ്റെ വീഡിയോ ഇരു കൈകളാലും സ്വീകരിക്കുകയും വിലയേറിയ അഭിപ്രായം നൽകുകയും ചെയ്ത എല്ലാവർക്കും മന്ത്രയുടെ നന്ദി. നില ആരതിക്ക് ശേഷം ചില കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണെന്ന് തോന്നി. അതാണ് ഈ വീഡിയോയിൽ. കമന്റ് ബോക്സിൽ കൂടുതലായി കണ്ട അഭിപ്രായങ്ങൾ പങ്കുവച്ച് നമുക്ക് തുടങ്ങാം. മാഘമഹോത്സവത്തിൻ്റെ അത്ഭുതപൂർവമായ വിജയത്തിൻ്റെ ഒന്നാമത്തെ കാരണമായി കാഴ്ചക്കാർ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുമായി അവിടെ എത്തിയില്ല എന്നതാണ്. രണ്ടാമതായി, അടുത്തുവരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രീണന രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തിരുനാവായയിലെ ഈ ഹൈന്ദവ മുന്നേറ്റം മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചതാണ്. മൂന്നാമത്തേത്, സ്വന്തം കീശയും കുടുംബവും കഷ്ടപ്പെട്ട് വികസിപ്പിക്കുന്ന കേരളത്തിലെ പ്രബലരായ ഹൈന്ദവ സാമുദായിക മേലാളന്മാർ ജാതി വേർതിരിവുകൾ ഒന്നുമില്ലാതെ തിരുനാവായയിൽ ഹൈന്ദവർ ഒത്തുചേർന്നത് കണ്ടിട്ടും മിണ്ടാതിരുന്നത് മറ്റൊരു വിജയരഹസ്യമാണ്. ഇവ മൂന്നും വളരെ ശരിയായ വിലയിരുത്തലുകളായി മന്ത്രയ്ക്ക് തോന്നി. മഹാമാഘമേള തിരുനാവായയിൽ ജൂന അഗാഢ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയുടെ തീഷ്ണശക്തിയിൽ ജീവൻ വച്ചപ്പോൾ മതേതരർ എന്ന അളിഞ്ഞ മനസ്സുള്ള ഹിന്ദു ദ്രോഹികളായ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും അതിൽ നിന്ന് വിട്ടുനിന്നത് തന്നെയാണ് പരാതികളൊന്നും അവശേഷിപ്പിക്കാതെ മംഗളമായി ഈ സംരംഭം പര്യവസാനിച്ചതിൻ്റെ കാരണവും. മന്ത്രയെ കേൾക്കുന്നവർക്ക് വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. കേരളത്തിലെ രാഷ്ട്രീയ മേലാളന്മാരും മാധ്യമങ്ങളും വെറും തൃണമാണ് എന്ന് തെളിയിച്ച മഹോത്സവം. സോഷ്യൽ മീഡിയ എന്നത് എല്ലാ മാധ്യമങ്ങൾക്കും മുകളിലാണ് എന്ന് തെളിയിച്ച മഹോത്സവം. 271 വർഷം മുമ്പ് അന്നത്തെ ഭരണാധികാരികൾ ഇല്ലാതാക്കിയ ഭാരതപ്പുഴയുടെ സ്വന്തം ഉത്സവം. പ്രതീക്ഷിച്ചതിനേക്കാൾ 10 മടങ്ങ് പങ്കാളിത്തം പരിപാടിക്ക് ഉണ്ടായി എന്നതാണ് ഈ മഹാമാഘ മഹോത്സവത്തെ ശ്രദ്ധേയമാക്കുന്നത്. 16 ദിവസം 20 ലക്ഷത്തിലധികം പേർ മാധ്യമങ്ങളുടെയും മതേതരന്മാരുടെയും MP MLA മാരുടെയും പോലീസിൻ്റെയും പിൻബലമില്ലാതെ ഒരു മഹാഹിന്ദു സമ്മേളനമാക്കി മാറ്റിയതിന് പിന്നിൽ ഒരുപാട് പേരുടെ അക്ഷീണ പരിശ്രമമുണ്ട്. ജനസാഗരത്തെ ശാന്തരാക്കാനും വഴി നടത്താനും മുന്നിൽ നിന്നത് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരായിരുന്നു. കാവ്യവസ്ത്രം ധരിച്ച ആ യുവാക്കളുടെ കൈകളിൽ ആ ജനക്കൂട്ടം അച്ചടക്കമുള്ള ഒരു സൈന്യമായി മാറിയ കാഴ്ച അത്യന്തം പ്രശംസനീയമാണ്. സംഘം ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ നടത്തുന്ന പരിപാടിയായതിനാൽ BJPയുടെ സജീവ സാന്നിധ്യം പരിപാടിയിൽ ഉണ്ടായതിൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. ദർശനത്തിനു ശേഷം വടക്കു ഭാഗത്തുള്ള ഊട്ടുപുരയ്ക്ക് മുന്നിലും മറുകരയിലേക്ക് കടക്കുവാൻ കാറ്റാടി മരങ്ങളും പലകയും നിരത്തി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ആ അത്ഭുത താൽക്കാലിക പാലത്തിനു മുന്നിലും ക്ഷേത്രമുറ്റത്തും നടവഴിയിലും എന്നുവേണ്ട തിരുനാവായയിലെ ഓരോ ചലനങ്ങളിലും കർമ്മനിരതരായി ലാഭേച്ഛയൊന്നുമില്ലാതെ അവരുണ്ടായിരുന്നു, ആ കാവിക്കുള്ളിലെ മനുഷ്യർ. വിശന്നു വലഞ്ഞവരുടെ മുന്നിൽ, ദർശനത്തിനായി മണിക്കൂറുകളായി കാത്തുനിന്ന് അക്ഷമരായ തീർത്ഥാടകരുടെ മുന്നിൽ, സൂര്യതാപത്താൽ ബോധരഹിതരാവുന്നവരുടെ മുന്നിൽ എല്ലാം അവരുണ്ടായിരുന്നു. ക്ഷേത്രമുറ്റത്തു നിന്നും പാലത്തിലേക്കുള്ള 300 മീറ്ററോളം ദൂരത്തിൽ വഴിയുടെ ഓരോ വശത്തും ഈ പ്രവർത്തകർ കാവലായി നിന്നു. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മറുകരയിലേക്ക് ഒഴുകിയത്. പുഴയിൽ വഞ്ചികളിലായി നിരവധി പ്രവർത്തകർ പാലത്തെയും അതിലെ ജനങ്ങളെയും സദാ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവരുടെ ഓരോ നോട്ടത്തിലും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആകുലതകളുണ്ടായിരുന്നു. കഠിനമായ ചൂടിൽ പലരും തളർന്നു വീഴുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സ്ട്രെച്ചറുകളുമായി സേവാഭാരതി പ്രവർത്തകർ അവരെ അമൃതാനന്ദമയി മഠം സജ്ജമാക്കിയ താൽക്കാലിക ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. പുഴയിൽ വീഴുന്ന ഓരോ തുണിക്കഷ്ണങ്ങളും മാലിന്യങ്ങളും അപ്പപ്പോൾ നീക്കം ചെയ്യാനും അവരുണ്ടായിരുന്നു. പ്രതിദിനം 500 പേർക്ക് ഭക്ഷണം നൽകേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ച് ഭക്ഷണത്തിൻ്റെ ചുമതല പഴയിടം നമ്പൂതിരിക്ക് നൽകിയ സംഘാടകർക്ക് അവസാനമായപ്പോൾ പ്രതിദിനം 50,000 പേർക്കോളം ഭക്ഷണം നൽകേണ്ട ചുമതലയായി. കേരളം കണ്ട ഈ മഹാസംഗമം ഒരു പരാതിക്കുമിടയില്ലാതെ പൂർത്തിയാകുമ്പോൾ അതിന് പിന്നിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പുണ്ട്. കാവിക്കൊടിക്ക് താഴെ തോളോട് തോൾ ചേർന്ന് സേവനം ചെയ്ത ആ യുവതീ യുവാക്കൾക്ക് നന്ദി പറയാതെ നമുക്ക് ഈ മഹാസംഗമത്തെ വർണ്ണിക്കാൻ കഴിയില്ല. ലക്ഷങ്ങൾ വന്നുപോയ നിളാതീരത്ത് ഒരു പേപ്പർ തുണ്ടുപോലും ഇന്ന് മാലിന്യമായി കണ്ടുപിടിക്കാനില്ല. അത്രയ്ക്കും ഭംഗിയായി അവരത് വൃത്തിയാക്കി. മേളയ്ക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ അവിടം ഇപ്പോൾ ശുചീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തവണ തിരിഞ്ഞു നോക്കാത്തവരെല്ലാം അടുത്ത തവണ ഇതിന്റെ മുൻനിരയിൽ നിൽക്കാൻ മത്സരിക്കും. ഒരുപക്ഷെ ഇത് ഗിന്നസ് ബുക്കിൽ 8-ാം തീയതി കഴിഞ്ഞാൽ രേഖപ്പെടുത്താൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്യാമ്പായി മാറുമെന്നാണ് എന്റെ വിശ്വാസം. വർഗീയതക്കും മതരാഷ്ട്രവാദങ്ങൾക്കുമെതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. മുഹമ്മദ് നബിയുടെ വിശ്വദർശനം
എല്ലാ വിഭാഗീയതകളെയും അകറ്റാനാണ് വിളംബരം ചെയ്തത്. ഇപ്പോൾ അവിടോട്ടൊന്ന് എത്തി നോക്കാൻ പോലും കൂട്ടാക്കാത്ത മാധ്യമങ്ങൾ അടുത്ത വർഷം തിരുനാവായയിൽ വന്ന് തമ്പടിക്കും. മഹാമാഘ മഹോത്സവത്തെ ഒഴിവാക്കിയ വലത് ഇടത് പ്രീണനക്കാർ തിരുനാവായയുടെ പ്രാധാന്യം ഘോരഘോരം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുറപ്പാണ്. സാംസ്കാരിക മേഖലയിൽ സനാതന ആശയങ്ങളുടെ അതിശക്തമായ ചുവടുവയ്പ് തന്നെയാണ് ഈ മേളയിലൂടെ കേരളം കണ്ടത്. അവരിത്രയും പ്രതീക്ഷിച്ചിരിക്കില്ല. സമസ്തയുടെയും ജമാഅത്തിൻ്റെയും ഒത്തുചേരലിനെ പ്രകീർത്തിച്ച് സ്വന്തം വിജയമുറപ്പിക്കാൻ ഓടി നടക്കുന്ന ഇവറ്റകൾക്ക് വരുന്ന നിയമസഭാ ഇലക്ഷനിലൂടെ ചെകിട് പൊളിയുന്ന അടിയാവണം ഹൈന്ദവർ നൽകേണ്ടത്. അതിന് ഹിന്ദു തയ്യാറായില്ലെങ്കിൽ മഹാദേവന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. നിയമസഭാ ഇലക്ഷനോടുകൂടി സനാതനധർമ്മികളുടെ ശക്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. 271 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തിയ തിരുനാവായ മഹാമാഘമേളയുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ സേവാഭാരതി എന്ന പേര് അതിൽ തങ്കലിപികളാൽ തന്നെ അടയാളപ്പെടുത്തണം. എല്ലാ വിശ്വാസികൾക്കും മന്ത്രയുടെ ആശംസകൾ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.